ലോകത്ത് നടന്ന പല സൗന്ദര്യ മത്സരങ്ങൾക്കിടയിൽ സംഭവിച്ച അവിശ്വസനീയമായ സംഭവങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു വീഡിയോ ആണെന്ന്. മിസിസ് ശ്രീലങ്ക പാജന്റില് രണ്ട് സുന്ദരികൾ ഇങ്ങനെ കിരീടം ആർക്കാണെന്നറിയാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിലൊരാളുടെ പേര് പ്രഖ്യാപിക്കുകയും ആ വലിയ കിരീടം അവരുടെ തലയിൽ അണിയിച്ചു കൊടുക്കുകയും ചെയ്തെങ്കിലും അധികം നേരം ആകും മുമ്പ് തന്നെ ജഡ്ജസിൽ ഒരാൾ തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു. റൂൾസ് അനുസരിച്ച് മിസ്സിസ് പാജന്റിന് അർഹയാകുന്നവര് വിവാഹിതരായവരാണ്, അല്ലാതെ ഡിവോഴ്സി ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ് ഒരു മര്യാദയും കൂടാതെ തന്നെ അവർ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ തലയിൽ നിന്നും കിരീടം വാങ്ങി അടുത്തയാൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് വലിയ വിവാദമാകുകയും ഇവരുടെ ആ ഒരു കിരീടം തന്നെ തിരിച്ചു ലഭിക്കുകയും ചെയ്തു. അടുത്ത പേജന്റിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരാളെ വിജയിയായി പ്രഖ്യാപിക്കുകയും അവർക്ക് കിരീടം നൽകാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ കിരീടം ലഭിക്കാതെ വന്ന സ്ത്രീയുടെ ഭർത്താവ് വേദിയിലേക്ക് അതിക്രമിച്ചു കടന്ന് ആ കിരീടം വാങ്ങി നിലത്ത് എറിഞ്ഞുടയ്ക്കുകയാണ് ഉണ്ടായത്. ഇത് സംഗതി നിസ്സാരമല്ല കേട്ടോ. ഇതുപോലുള്ള പ്രവൃത്തികൾ വളരെ ശിക്ഷാർഹമാണ്. ഇതിനെതിരെ അന്ന് നടപടി ഉണ്ടാകുകയും ചെയ്തതാണ്. സന്തോഷം കൊണ്ട് ബോധം കെടുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ രണ്ട് സുന്ദരികൾ തന്നിൽ ആരാണ് വിജയി എന്നിങ്ങനെ കേൾക്കാൻ നിൽക്കുകയും തന്റെ പേര് കേട്ടത് ഉടനെ വിജയിയായ പെൺകുട്ടി അതാ താഴെ ബോധം കെട്ട് വീഴുന്നു. തോറ്റിട്ട് ബോധം കെടുക എന്ന് കേട്ടിട്ടുണ്ട്. ഇത് വിജയിച്ച ഉടനെ ബോധം കെട്ട് വീണ ഒരു പാവം. അസൂയ ഒരിക്കലും നന്നല്ല. തനിക്ക് ലഭിക്കാത്ത കിരീടം വലിച്ചെറിയുന്ന ഒരു സ്ത്രീ. ബ്യൂട്ടി പേജന്റ് എന്ന് വെച്ചാൽ സൗന്ദര്യം മാത്രമല്ല, വ്യക്തിത്വവും നല്ല മനസ്സിനുടമയായിട്ടുള്ളവർക്ക് അതിനർഹത. എന്തായാലും ഈ ഡ്രസ് ധരിച്ച സ്ത്രീക്ക് കിരീടം കിട്ടാത്തത് തന്നെയാണ് നല്ലതെന്നാണ് ഇത് കണ്ട എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. കാരണം അവരുടെ വ്യക്തിത്വം എത്ര മോശമാണെന്ന് അവരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ലോകമെമ്പാടുമുള്ള ജനതയെ വിഷമത്തിലാക്കിയ ഒരു രംഗം കൂടിയാണ് കേട്ടോ. ഇത് മിസ് യൂണിവേഴ്സ് വേദിയിൽ മിസ് കൊളംബിയയും മിസ് ഫിലിപ്പീൻസും ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ഫൈനലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സുന്ദരികളിൽ ആരാണ് വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്ന്. രണ്ടുപേരും കൈകൾ കോർത്ത് ശ്വാസമടക്കി കണ്ണിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് മിസ് കൊളംബിയ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുകയാണ് പാവം മിസ് കൊളംബിയ. അവർക്ക് തലയിൽ ആരും കൊതിക്കുന്ന ആ കിരീടം അണിഞ്ഞ ആ നിമിഷമുണ്ടല്ലോ, അവര് കണ്ണീരണിയുകയാണ് ചെയ്തത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവതാരകൻ സദസ്സിനോടും അവിടെ നിന്ന് ഓരോരുത്തരോടും ഐ അപ്പോളജൈസ് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. ഇത് കേട്ടതും മിസ് കൊളംബിയ ഞെട്ടലോടെ തിരിഞ്ഞു. ഇതെന്താ, ഇദ്ദേഹം തമാശ പറയാൻ പോകുകയാണോ? അവതാരകൻ വളരെ വിഷമത്തോടെ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ആ ഒരു സത്യം പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റി. മിസ് കൊളംബിയ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. മിസ് ഫിലിപ്പീൻസ് ആണ് വിജയി. എന്നോട് ക്ഷമിക്കൂ. എനിക്ക് കിട്ടിയ കാർഡിൽ വന്ന പിഴവാണ് അത്. ഇത് കേട്ടതും മിസ് ഫിലിപ്പീൻസിന് ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ പാവം മിസ് കൊളംബിയ തനിക്ക് സ്വന്തമെന്ന് കരുതിയ കിരീടം നിമിഷങ്ങൾക്കകം മറ്റൊരാൾക്ക് സ്വന്തമാകുകയാണ്. ആർക്കും സങ്കടം വരികയും തകർന്നു പോകുന്ന ആ നിമിഷത്തിലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ധൈര്യം സംഭരിച്ചു നിന്ന മിസ് കൊളംബിയയെ സോഷ്യൽ മീഡിയയും ലോകവും ഇന്നും എന്നും ഓർത്തിരിക്കും. എന്റെ ഏറ്റവും ഫേവറേറ്റ് മിസ് കൊളംബിയ തന്നെയാണ്. കാരണം അവർ അവിടെ യാതൊരു തരം ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. ഈ വീഡിയോ ഭയങ്കര രസമാണ് കേട്ടോ. ഒരാൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് കണ്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് സുന്ദരികളിൽ ഒരാളെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. വിജയിയായ പെൺകുട്ടി പൊട്ടിക്കരയുന്നെന്ന് പറഞ്ഞാൽ കരച്ചിലോടെ കരച്ചിൽ. ഇങ്ങനെയും ചിലർ ഈ ലോകത്തുണ്ടല്ലോ.